ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ നടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ടുള്ള റോയോ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ പ്ലാന്റിനെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നട്ടു കൊടുക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. റോയോ പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിറങ്ങൾ മാറി മാറി വലുതായി വരുന്ന ഒരു പ്ലാന്റാണ് റോയോ പ്ലാന്റ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ബോർഡറിൽ നട്ടു കൊടുക്കാനൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റിനെ ചെടിച്ചട്ടിയിൽ ശരിയായി നടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ചെടിച്ചട്ടിയിലുള്ള റോയോ പ്ലാന്റിനെയാണ് നമ്മളിന്ന് പറിച്ചു മാറ്റി പുതിയതായിട്ട് നട്ടു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ആ ചെടിയുടെ ഭംഗിയൊക്കെ പോയി, ഇലകളൊക്കെ കണ്ടില്ലേ. നമ്മളിത് ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അധികം സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ പോലും ഈ തവണത്തെ സമ്മറിൽ നമുക്കറിയാം നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ വേഗം കരിഞ്ഞെരിഞ്ഞ് പോയത്, ആ ഭംഗിയൊക്കെ പോയത്. അപ്പോൾ നമുക്കിതിനെ പറിച്ചു മാറ്റാം. പിന്നെ പറിച്ചു മാറ്റാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് പറിച്ചു മാറ്റാനായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കയ്യിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്, അതിനും ഈ സെയിം തന്നെയാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് പറിച്ചു മാറ്റാനായിരിക്കും നല്ലത്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചെടിച്ചട്ടി നട്ട് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഉണ്ടോ ചെറിയ ചെറിയ തൈകൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കടഭാഗത്തുനിന്ന് കുറേ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പ്ലാന്റ് ഇതുപോലെ ഔട്ട്ഡോർ ആയിട്ട് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും കളർഫുള്ളായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാകും ലീവ്സിൻ്റെ ഒക്കെ അടിഭാഗത്തുള്ള ആ കളർ നല്ല ബ്രൈറ്റ് കളറിലും മുകൾ ഭാഗത്ത് 2 ഷെയ്ഡും കൂടി മിക്സ് ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വ്യത്യസ്തമായ ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് പൊക്കി എടുത്താൽ മതിയാവും. നമ്മൾ എന്തോരം താത്തി നട്ടാലും ഇതിങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ വേരിച്ചിരി പൊട്ടിയാലും കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ ഇതുപോലെ പൊക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒടിച്ചൊടിച്ച് നട്ടു കൊടുക്കാവുന്ന പ്ലാന്റ് ആയതുകൊണ്ട് വേര് നഷ്ടപ്പെട്ടു പോയാലും വലിയ കാര്യമായിട്ട് അതിനെ ബാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് നടാനെടുക്കുന്നത് മൂത്ത തണ്ടുകളേക്കൊന്നും എടുക്കുന്നില്ല, കാരണം ഒത്തിരി മൂത്ത തണ്ട് നട്ടു കൊടുത്തിട്ട് കാര്യമില്ല. പുതുതായിട്ട് ഇപ്പോൾ ഞാൻ ഈ ചെടിച്ചട്ടിലേക്ക് ഒരു തണ്ടാണ് നട്ടു കൊടുത്തത്, അതിൽ നിന്ന് ഒത്തിരി പുതിയത് വന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇളം തണ്ടുകളെയാണ് നട്ടു കൊടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നടാനുള്ള ഈ ചെടിച്ചട്ടിയിൽ കണ്ടോ ആ പഴയ ചെടിയുടെ വേരും കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ മണ്ണ് മാറ്റി പുതിയ മണ്ണൊക്കെ ഇട്ട് ആ വേരുകളൊക്കെ മാറ്റി നമ്മൾ പുതുതായിട്ട് ചെടി നട്ടു കൊടുക്കുകയല്ലേ. അപ്പോൾ പഴയ ചെടി അവശിഷ്ടമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പുതിയതായിട്ട് മണ്ണൊക്കെ ഇട്ട് ആ ഒരു വേരും കാര്യങ്ങളൊക്കെ കല്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണേ, അല്ലെങ്കിൽ ചെടി വലുതാവില്ല. എന്നിട്ട് ഇതിൽ നിന്ന് പുതിയ തൈകൾ മാത്രം, അത് തൈകൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഡാമേജ് ഒന്ന് ഇലയ്ക്ക, ആ പഴകിയ ഇലയ്ക്ക നമ്മൾ എടുത്ത് കളഞ്ഞ് ഇതേപോലെ വൃത്തിയായിട്ട് വേണം നട്ടു കൊടുക്കാൻ. അപ്പോൾ ആ ഒരു പഴകിയ ഇല അവിടെ ഇരുന്ന് പുതിയ ഇലയും കൂടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പഴയതൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ, ഞാനിപ്പോൾ ചെടിച്ചട്ടി മൊത്തം നട്ടു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിന്നോളും. അപ്പോൾ ഇനി ഇതുപോലെ ഒത്തിരി തൈകളുണ്ട്. അപ്പോൾ ഒത്തിരി മൂത്ത തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇട്ട് കൊടുത്താൽ അവിടെ കിടന്ന് അത് പിടിച്ചോളും. അപ്പോൾ പുതിയ തൈകൾ ഉണ്ടാകുമ്പോൾ പിന്നെയും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വന്ന പുതിയ കൂമ്പുകൾ മാത്രം ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ചെടിയുടെ ഏറ്റവും വലിയ ഭംഗി കണ്ടോ, അതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഡാർക്ക് കളറും ഫ്രണ്ടിൽ ആ രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നതാണ്. ഇതിനാണ് ഇതിനെ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി ഞാൻ ഈ പുതിയ തൈകൾ നേരത്തെ കാണിച്ചതെല്ലാം ഇതുപോലെ നിരത്തി നട്ടു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തൈയായിട്ട് നടാട്ടോ. അപ്പോൾ ഒത്തിരി തൈകൾ പുതിയത് വന്നോളൂ. ഇപ്പോൾ എനിക്ക് ചുറ്റും ആ ഒരു ഭംഗിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെടി നിറയെ ഇങ്ങനെ ഒരുമിച്ച് നട്ടു കൊടുത്തത്. ഇനി ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വെള്ളം ഇതിന് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ വേഗം ചീഞ്ഞു പോവും. അതുപോലെ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻഡോറിൽ വെച്ചൊരു പ്ലാന്റാണ്. നേരത്തെ കണ്ട പ്ലാന്റിൻ്റെ അത്രയും കളർഫുൾ ആ ലീവ്സിൻ്റെ അടിയിലൊന്നുമില്ല. മീതി ആയാലും കുറച്ച് പച്ചപ്പാണ് കൂടുതൽ, കാരണം നമ്മൾ ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് ഒട്ടും കിട്ടാത്തതുകൊണ്ട് അധികം കളർഫുള്ളായിട്ട് വരില്ല. കുറച്ച് ഗ്രീൻ കളർ കൂടിയതായിട്ടും ഭംഗി, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ചുറ്റും ഞാൻ 2-3 തൈ നട്ടിട്ടുണ്ടായുള്ളൂ, പക്ഷേ ഇപ്പോൾ ചുറ്റും വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട്. അപ്പോൾ സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഷെയ്ഡുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും, ആ ഗ്രീൻ കളറായിരിക്കും കൂടുതൽ. എന്നിരുന്നാലും സൺലൈറ്റ് കിട്ടിയില്ലെന്ന് വെച്ച് വലുതാവാതൊന്നും ഇരിക്കില്ല, നല്ല ഭംഗിക്കാണ് ഇരുന്നോളും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കും വേണം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും വേഗം ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിന് വളമിട്ട് ഞാൻ ചാണകപ്പൊടി നട്ടു കൊടുക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കാറ്, പിന്നെ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് പറിച്ചു മാറ്റി നടേണ്ട സമയമായി കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പറിച്ചു മാറ്റി വെച്ചില്ലെങ്കിൽ ഈ ചെടിയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അതിൻ്റെ ഭംഗിയൊക്കെ പോയി വേഗം കെട്ടുപോകും. അതുകൊണ്ട് ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും റോയോ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.